മേഘ, കുറച്ച് നാളായി കേരളത്തിലെ പോലീസിൻ്റെ ആ ഒരു ഇടിയൻ സ്വഭാവം ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു പത്തനംതിട്ടയിലെ പോക്സോ കേസിൻ്റെ ഇഷ്യൂ ഉണ്ടല്ലോ, അതിന് ശേഷം ഈ പോലീസിൻ്റെ ഒരു ഇടിയൻ സ്വഭാവം പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് മേഘയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്നതിനേക്കാളുപരി ഒരു കേസ് വരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആദ്യഘട്ടത്തിൽ എന്താണ് പറഞ്ഞത്? പോലീസിലേക്ക് വരുന്ന എല്ലാവരെയും സ്വീകരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഇരുത്തിയതിനു ശേഷം കാര്യമായി തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ള നിർദ്ദേശമൊക്കെ തന്നു. നിർദ്ദേശം വരുമ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ച് തന്നെയാണ് അതിനെ സ്വീകരിച്ചത്. വളരെ നല്ല കാര്യം. പക്ഷെ ഒരു പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതികളോട് പെരുമാറുന്നതിൽ മൂന്നാം മുറ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ കയ്യൂക്ക് കൊണ്ടല്ല ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത് എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോ ഈ പറഞ്ഞ കേസിന്റെ ഇന്റൻസിറ്റി ഏതോ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ചെറിയ തീവ്രത കുറഞ്ഞ കേസും കൂടിയ കേസും അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇതിന്റെ ഇന്റൻസിറ്റി വെച്ച് മാർക്ക് ചെയ്യാം. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും പ്രതികളെ ഉപദ്രവിച്ചുകൊണ്ടാകരുത് ഈ പറഞ്ഞ കുറ്റസമ്മതം നടത്തിക്കേണ്ടത്. ഇപ്പോൾ ഈ പത്തനംതിട്ടയിലെ കേസ് നമ്മൾ കണ്ടു. ആ പെൺകുട്ടി ആദ്യം നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തയായിട്ടാണ് അത് കാണുന്നത്. 10 പേരോളം, ഒരു പെൺകുട്ടി അടക്കം 10 പേർ പ്രതികളാകുന്നു. ഈ 10 പേരെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു ദിവസം കൊണ്ട് ഈ കേസ് അങ്ങ് കീഴ്മേൽ മറിയുകയാണ്. അപ്പോൾ ഈ കേസ് തിരിഞ്ഞു വരുമ്പോൾ ഈ പെൺകുട്ടി വെറുതെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ചെയ്തൊരു കാര്യമായി മാറുന്നു. ഇപ്പോൾ ഈ പറഞ്ഞത് ഫേക്ക് കേസ് അല്ലായിരുന്നു എങ്കിൽ പോലും ഈ പെൺകുട്ടി ശരിക്കും ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അല്ല ചെയ്തതെങ്കിൽ പോലും ഈ കുറ്റവാളികളെ ഉപദ്രവിക്കാൻ ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിട്ടുള്ളത്? ഇത് 2026 തന്നെയല്ലേ? 20 വർഷം മുൻപൊന്നും അല്ലല്ലോ. നമ്മൾ 20 വർഷം മുൻപത്തെ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഉപദ്രവിച്ചുകൊണ്ടുള്ള കുറ്റസമ്മതം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ. ഈ പറഞ്ഞ പോക്സോ കേസാണെങ്കിൽ പോലും ഇതിന്റെ പരിധിയിൽ വരുന്ന കുട്ടികളായിരുന്നു. 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഉപദ്രവിച്ച് അല്ലെങ്കിൽ തല്ലുകൊടുത്ത് കുറ്റം സമ്മതിപ്പിക്കാനാണോ ഉദ്ദേശിച്ചത്? പ്രതിക്ക് ചായ വാങ്ങിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം നടത്തിയാലോ പ്രതി കുറ്റം സമ്മതിക്കണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു വശമുണ്ടല്ലോ. അതായത് പ്രതിയോട് ഇപ്പോൾ സുവിശേഷ പ്രസംഗനോട് പോലെ പോലീസുകാർ ചോദിക്കുകയാണ്, മകനെ നീ ആ കുറ്റം ചെയ്തോ, ഉണ്ടെങ്കിൽ അത് സമ്മതിക്കൂ, നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികൾ ഞങ്ങൾക്ക് എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ്, അല്ലെങ്കിൽ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം, നീ ഇതിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ പ്രതിയായ ഒരു വ്യക്തി അല്ലെങ്കിൽ ബ്ലെയിം ചെയ്ത വ്യക്തി അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തല്ലു കൊടുത്തിട്ട് ഒരാളെ കുറ്റം സമ്മതിപ്പിക്കാനാണെങ്കിൽ ഈ നാട്ടിലെ ഗുണ്ടയ്ക്കും കൊലപാതകിക്കും കള്ളനും ഒക്കെ പോലീസുകാരനായിരുന്നു. എനിക്കും അശ്വിനും ഒക്കെ ആക്കിയിട്ട് അവിടെ പോയിരിക്കാൻ വരുന്നു. തല്ലു കൊടുത്തിട്ട് എടാ നീ അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തു, സോറി സാറേ ചെയ്തു എന്ന് പറയിക്കാനാണെങ്കിൽ അത് ഏതൊരു സാധാരണക്കാരനും പറ്റും. അത് തല്ലു കൊടുത്തിട്ടല്ല. ഇവരെ പിന്നെ ഈ പോലീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ എന്തിനാണ്? ഇതിനെല്ലാം ഒരു ടാക്ടിക്സ് ഇല്ലേ? ഇത് കൃത്യമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ. ഇനി ഇതിനെതിരെ വരാൻ പോകുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി വന്ന് പരാതി പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്കിത് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ, FIR ഇട്ടില്ലെങ്കിൽ നമുക്ക് ചോദ്യം വരും എന്നുള്ള കാര്യമൊക്കെയാണ്. FIR എന്തുകൊണ്ട് ഇട്ടില്ല എന്നുള്ള ചോദ്യം വരും. അതിനോട് ഞാൻ യോജിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഒരു പീഡന കേസ് അല്ലെങ്കിൽ ഒരു പോക്സോ കേസ് വന്നാൽ എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്നുള്ള ചോദ്യം വരും, സ്വാഭാവികം. അതിനുത്തരം കൊടുത്തോളൂ. പ്രതി എന്തുകൊണ്ട് തല്ലി ഉത്തരം കുറ്റസമ്മതം നടത്തിയില്ല എന്ന് ആരും ചോദിക്കില്ലല്ലോ. രമേശ് ചെന്നിത്തല ചോദിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രതികളാണെന്ന് സംശയിക്കപ്പെട്ട കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി. ഇപ്പൊ അതിനകത്ത് മറ്റേ സൈഡുണ്ട്. ഈ കുട്ടി ഹൃദ്രോഗിയായ കുട്ടിയെ കൊണ്ടുപോയി ഉപദ്രവിച്ചു. അതൊക്കെ അതിന്റെ സോഫ്റ്റ്വെയർ സൈഡുകളാണ്. ഞാൻ പറയുന്നത് ഇതിന്റെ ജനറലൈസ്ഡ് സൈഡാണ്. ഏതൊരു ക്രൈം നിർവഹിച്ചിട്ടാണെങ്കിലും ഇപ്പൊ നമ്മൾ ഈ സാധാരണ നമ്മൾ പ്രാദേശികമായിട്ട് നടക്കുന്ന കൊള്ളകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോക്സോ കേസുകളൊക്കെ ആണെങ്കിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന സംഭവങ്ങളില്ലേ, അതുപോലെ തന്നെ ഗോവിന്ദച്ചാമി ആ കിണറിനകത്ത് ജയിലിൽ ചാടി കിണറിൽ പോയിരുന്നിട്ട് അതിങ്ങനെ കയറി വരുമ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ കൈവീശൊരു അടി കൊടുക്കുന്നില്ലേ? അപ്പൊ സൈഡിൽ നിന്ന് നിൽക്കുന്ന പോലീസുകാരൊക്കെ എന്താണ് ചെയ്തത്? പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. ചെയ്യരുത്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? പ്രതികളെ കൈകാര്യം ചെയ്യാൻ പോലീസിനോ പൊതുജനത്തിനോ റൈറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതൊന്നും ഈ ഒരു കാരണവശാലും ഈ പൊതുസമൂഹം അത് അംഗീകരിച്ചിട്ടില്ല. നിയമം കയ്യിലെടുക്കരുത്, ഒരു സാധാരണ പൗരന് നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ ആ ഒരു നിയമം പലപ്പോഴായിട്ട് ലംഘിക്കപ്പെടുന്നില്ലേ?
ഒരുപക്ഷെ ഈ ഒരു പോലീസുകാരന് ഈ അല്ലാതെ ഈ ഒരു പരിധിയിലെങ്കിലും ഒരു ചെറിയ മർദ്ദന രീതി പോലും ഇല്ലാതെ ഒരു പ്രതിയിൽ നിന്ന് ഒരു സത്യം തിരിച്ച് കിട്ടാൻ കഴിയില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയുന്ന അടുത്തറിയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു പോക്സോ കേസായിരുന്നു, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അതിൻ്റെ ഉൾപ്പെട്ടിരുന്ന ആ യുവാവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് പോലീസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാളെ മർദ്ദിച്ചിട്ടില്ല, ഒരു അവസരത്തിൽ പോലും മർദ്ദിച്ചിട്ടില്ല. ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചാണ് അദ്ദേഹം ആ പോലീസ് ഉദ്യോഗസ്ഥന് ആ കേസിൽ തെളിവുണ്ടാക്കിയെടുത്തത്. നിങ്ങളന്ന് എവിടെ ആയിരുന്നു, നിങ്ങൾ ശരിക്കും എവിടെ പോയോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ ടാക്ടിക്കലി കാര്യങ്ങൾ ഡീൽ ചെയ്ത് നീ എന്നോട് സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തു പറയില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് അങ്ങനെയായിരുന്നു അതിൽ തെളിവുണ്ടാക്കിയിരുന്നത്. ദിസ് ഇസ് വാട്ട് ഐ സെഡ്. ഇങ്ങനെയാണ് ഓരോ ടാക്ടിക്കലി ഇതിനെ ഡീൽ ചെയ്യുന്ന പോലീസുകാരുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ മർദ്ദനവും മർദ്ദിച്ചിട്ട് മാത്രം കുറ്റസമ്മതം നടത്തലും അല്ലല്ലോ നടക്കുന്നത്. ഇപ്പൊ വഴികളുണ്ട്. ഇപ്പൊ മറ്റൊരു സംഭവം പറയും, ഇത് ഈ ഒരു കേസ് മാറിയേക്കട്ടെ, അതായത് ജെനുവിൻ ആയിട്ടുള്ള ഒരു വുമണൈസിങ് കേസ്. ആ ഒരു കേസിൽ ഇതുപോലെ ഒരു പ്രതിയെ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നു. പക്ഷേ പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിക്കുന്നില്ല. ആ ഒരു കുറ്റം ആരുടെ തലയിൽ വരും? സ്വാഭാവികമായിട്ടും ആ ഒരു കുറ്റം ആരുടെ തലയിൽ വരും? പ്രതിയെ പിടികൂടുന്നതും കുറ്റസമ്മതം നടത്തുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ഇല്ല, ഉണ്ട്. പക്ഷേ ഇത്ര സമയം കഴിഞ്ഞിട്ട് ഈ ഒരു പ്രതിയെ പോലീസിന് കുറ്റം വരും. അപ്പൊ ഇവരുടെ മേലിലുള്ള ഒരു പ്രഷർ ഒരു പൊതുജന എന്ന നിലയിൽ ഒരു കാരണവശാലും ആരും ബോധറാവുന്നില്ലല്ലോ. പോലീസുകാര് പ്രതിയെ പിടിച്ചിട്ട് അവര് കുറ്റസമ്മതം നടത്തണം, ചോദിച്ച് ഇവര് കുറ്റം സമ്മതിക്കണം എന്നൊരു നിയമമില്ല. ഇവർക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക, ഈ തെളിവുകൾ കോർത്തിണക്കിക്കൊണ്ട് ഇപ്പോ ഗ്രീഷ്മ കേസിൽ 26ഓളം സാഹചര്യ തെളിവുകൾ കോർത്തിണക്കി ഒരു കഥ ഉണ്ടാക്കുക ഇൻ ദ സെൻസ് ആ സാധനം നറേറ്റ് ചെയ്യപ്പെട്ട് തെളിവായി സമാഹരിക്കപ്പെട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയത് കൊണ്ടാണ് അവർക്ക് ശിക്ഷ ലഭിച്ചത്. അപ്പോൾ ഓരോ കേസിലും ഈ സാഹചര്യം ഉണ്ടാകണം. ഇപ്പോ ഈ പറഞ്ഞ സാഹചര്യമുണ്ടോ, ഈ പെൺകുട്ടി പറഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചിട്ടുണ്ടോ, ഇവരെല്ലാം കണക്റ്റഡ് ആണോ, ഈ പറഞ്ഞ തെളിവുകൾ ശേഖരിച്ച്, ഇതൊക്കെയാണ് പോലീസിന്റെ ജോലി. അല്ലാതെ പിടിച്ചോണ്ട് വന്ന് അകത്തിടുക എന്നുള്ളതല്ല. ഇതിനൊരു സിമ്പിൾ ലോജിക്കാണ്. ആഷിക്ക് നാളെ എന്നെ വന്ന് തല്ലുകയാണ്, അപ്പൊ അത് തെറ്റല്ലേ? തെറ്റാണ്. ഇപ്പൊ ഞാൻ ആഷിക്കിനെ തല്ലുകയാണെങ്കിൽ തെറ്റാണ്, അതിനെനിക്ക് കേസ് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ആഷിക്കുന്ന ഒരാളെ ഉപദ്രവിച്ചു, അപ്പൊ ഇത് കണ്ടുകൊണ്ട് എന്നിട്ട് ഞാൻ ആഷിക്കിനെ വന്ന് തല്ലി, എന്ത് റൈറ്റാണ് എനിക്ക് അവിടെ ഉള്ളത്? എനിക്ക് ആഷിക്കിനെ ഉപദ്രവിക്കാനോ കറക്റ്റ് ചെയ്യാനോ ആഷിക്ക് അത് ചെയ്തോ എന്ന് ചോദിക്കാനോ ഒരു റൈറ്റും എനിക്കില്ല. അതേ സാധനം പോലീസിനും ഇല്ല എന്നാണ് പറയുന്നത്. ആരുടെ മേൽ കൈവയ്ക്കാനുള്ള പക്ഷെ പോലീസിനെ എന്ന് പറയുന്നത് നിയമപാലകർ എന്നാണ് പറയുന്നത്. നിയമം കയ്യിലെടുക്കുന്നവർ നല്ല അവരുടെ ഈ ഒരു പലയിടത്തും ഈ സാധാരണക്കാരന് നിയമം ഇത് സംരക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ സാധാരണക്കാരന് തുണയായിട്ട് വരുന്ന ഈ പോലീസ് തന്നെയാണ്. അത് മറക്കരുത്. തിരുവനന്തപുരത്ത് ആര്യനാടാണെന്ന് തോന്നുന്നു. ആര്യനാട് ഒരു ഇൻഫ്ലുവൻസർ പോലീസ് സ്റ്റേഷനിൽ കയറി സിഐയുടെ ഇരുമ്പ് കസേര കൊണ്ട് തലക്കടിച്ച് പൊട്ടിച്ചു. അതെന്തോ വലിയ ഒരു സുരക്ഷാ വീഴ്ചയാണ്. അതായത് ഇവർക്ക് ജീവന് പോലും അല്ലെങ്കിൽ ഇവരുടെ ജീവനും എന്താ പറയുക സംരക്ഷണം വേണം. ഇവരുടെ ജീവനും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്, ഇത്ര പ്രഷറിന്റെ രീതിയിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. അതൊക്കെ ഉറപ്പായിട്ടും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പോലീസുകാരെ മർദ്ദിക്കുക, ഇപ്പൊ മോളിൽ ഒരു പോലീസുകാരനെ മർദ്ദിച്ച SFI നേതാക്കളുടെ വിഷ്വലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ കുറ്റം സമ്മതിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരെ മൂന്നാം മുറ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നത് പണ്ടത്തെ മറ്റേ പുരാതന കാലത്തെ അല്ലെ കുട്ടമ്പിള്ള പോലീസിന്റെ കാലത്ത് മറ്റേ നിക്കറിട്ട പോലീസിന്റെ കാലത്തെ ഒരു രീതികളായിരുന്നു. അത് മാറി. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി മാറി, ഇവിടുത്തെ രീതികൾ മാറി, വലിയ എന്താ പറയുക നിർദ്ദേശങ്ങൾ നൽകുന്നു. അതൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് ഇതിനൊരു മാറ്റം ഉണ്ടാകണം. കുറവുണ്ടായിട്ടുണ്ട്, ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ളതാണ്.